കണ്ണാ ബെസ്റ്റ്. വണക്കം, വന്ദനം, നമസ്കാരം. മൈ ജി ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് സീസൺ 2 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റുമാനൂരുള്ള SMS കോളേജിലാണ്. ഇവിടെ ഒരുപാട് കിടിലൻ അഭിനേതാക്കൾ നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ വെയിറ്റിംഗ് ആണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. കമോൺ. ശ്രീ VM വിനുവിൻ്റെ സംവിധാനത്തിൽ 2003 പുറത്തിറങ്ങിയ ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തിയ സൂപ്പർ ഹിറ്റ് സിനിമയാണ് ബാലേട്ടൻ. അതിൽ നമ്മുടെ ജഗതി ചേട്ടൻ വളരെ കിടിലമായിട്ട് പെർഫോം ചെയ്ത ഒരു ഡയലോഗ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ നമ്മുടെ നടീനടന്മാരെത്തുകയാണ്. കണ്ടു നോക്കാം. എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങൾ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന്. കാഴ്ചവെച്ചടോ, നീയല്ല, നടികളുടെ തള്ളമാര്. റിഹേഴ്സൽ തുടങ്ങി 4-ാം ദിവസവും മേലങ്കി അണിഞ്ഞ് സംവിധായകൻ എഴുന്നള്ളാതെ വന്നപ്പോ അതുവരെ എന്നെ സാറേ സാറേ എന്ന് വിളിച്ചോണ്ടിരുന്ന അതുങ്ങളുടെ തള്ളമാര് അതിലൊരക്ഷരം മാറ്റിയാ പിന്നെ എന്നെ വിളിച്ചറിയാമോ? അങ്ങനെ ബാലേട്ടനിലെ ജഗതി ചേട്ടൻ്റെ ഡയലോഗ് പുറത്തിറക്കാനായിട്ട് SMS കോളേജ് ഏറ്റുമാനൂരിലെ കിടിലൻ അഭിനേതാക്കളാണ് എൻ്റെ പുറകിൽ. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള അഭിനേതാക്കളാണ്. ഞാൻ വന്നപ്പോഴത്തേക്കും ചുമന്ന് പലരുടെ മുഖം അല്ലേ, എന്നാലും കുഴപ്പമില്ല, ഒട്ടും ചോർന്നു പോകാതെ കോൺഫിഡൻസോടെ അവർ അവതരിപ്പിക്കുന്നതായിരിക്കും. ആദ്യത്തെ അഭിനേതാവിലേക്ക് നമ്മൾ കിടക്കുകയാണ് സുഹൃത്തുക്കളെ. സന്ദീപിനെ സ്വാഗതം ചെയ്യാം സുഹൃത്തുക്കളെ. ആദ്യത്തെ അഭിനേതാവായിട്ട് എവിടെ മോനെ, എവിടെയാണ് സന്ദീപിൻ്റെ സ്ഥലം? വൈക്കം സ്വദേശിയാണ്. ഇവിടെ എന്താ പഠിക്കുന്നത്? ചെറുതായിട്ടോ? ഇവിടെ എന്താ പഠിക്കുന്നത്? ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ. ആണോ? എങ്ങനെയുണ്ട് കോളേജൊക്കെ? അടിപൊളി, ഓണ സെറ്റ്, അടിപൊളി കോളേജ്. അടിപൊളി കോളേജാണല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അഭിനയിച്ച് നോക്കിയാലോ? ആക്ഷൻ. എന്തായിരുന്നു നീ പറഞ്ഞിരുന്നത്? ഷേക്സ്പിയർ നാടകം അനുസ്മരിച്ച്. ഷേക്സ്പിയർ എന്നൊരു വ്യക്തി ഹിസ്റ്ററിയിലില്ല. ഷേക്സ്പിയർ അബ്ദുള്ള എന്നൊക്കെ പറയില്ലേ? ഷെയ്ഖ് പിള്ള. പിള്ളേ വൈക്കത്തുണ്ടായിരുന്ന ആളായിരുന്നു ഷേഖ് പിള്ള. എന്തായിരുന്നു നീ പറഞ്ഞിരുന്നത്? ഷേക്സ്പിയർ നാടകം അനുസ്മരിച്ച്. എവിടെ വരെ വെച്ചത്? അനുസ്മരിക്കുന്ന നാടകം അനുസ്മരിക്കുന്ന വെക്കുന്നായിരുന്നു പറഞ്ഞത്. വെച്ചടാ, നടിയല്ല, നടിമാരുടെ അമ്മായിയമ്മ, തള്ളമാർ, സോറി, കയ്യിന്ന് പോകുമല്ല. റിഹേഴ്സൽ തുടങ്ങി 4-ാം ദിവസവും അവർ മേണങ്കി അണിഞ്ഞ് വരാതെ ഇരുന്നപ്പോൾ എന്നെ അവർ വിളിച്ചത്. വരാതിരുന്നപ്പോൾ അവരൊരക്ഷരം മാറ്റിയാണ് എന്നെ വിളിച്ചിരുന്നത്. അക്ഷരം ഓർമ്മയില്ല. അല്ല, തള്ളയിലെ ഒരു അക്ഷരം മാറ്റിയാണ് വിളിച്ചിരുന്നത്. നീ എന്തായി പറയുന്നത്? സാറേ സാറേ എന്ന് വിളിച്ച വാക്കുകൊണ്ട് അവരെന്നെ ഒരു അക്ഷരം മാറ്റിയാണ് വിളിച്ചിരുന്നത്. അതിലെനിക്ക് നല്ല വിഷമമുണ്ട് അല്ലേ? ചെറുതാ, നല്ല വിഷമമുണ്ട്. നല്ലൊരു കൈയ്യടി കൊടുക്കാൻ സന്ദീപിന്. എന്തിനാന്ന് എനിക്കറിയില്ല, എന്നാലും. അപ്പോൾ സന്ദീപ് തന്നെ എനിക്ക് അടുത്ത ഒരു അഭിനേതാവിനെ തന്നോളൂ. സൂര്യ ചേച്ചിയെ സ്വാഗതം ചെയ്യാം. സന്ദീപ് എന്നോ? സൂര്യ ചേച്ചി ആഗതയായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സന്ദീപ് സൂര്യനെ പറയാൻ കാരണം? അവൻ എന്നെ അറിയത്തുമില്ല, ചുമ്മാ പണിഞ്ഞതാണ്. എവിടെയാണ് സൂര്യയുടെ സ്ഥലം? എൻ്റെ വീട് ആലപ്പുഴ. സൂര്യ എന്നാണോ ഫുൾ നെയിം? എന്താ? സൂര്യമോൾ എസ്. സ്ഥലം എവിടെയായിരുന്നു? ആലപ്പുഴക്കാരിയാണ്. അഭിനയിച്ച് നോക്കാം കേട്ടോ. ആക്ഷൻ. എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങളെ വെല്ലുന്ന അഭിനയം. എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങളെ വെല്ലുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന്. കാഴ്ചവെച്ച നടിമാരുടെ തള്ളന്മാർ. റിഹേഴ്സൽ കഴിഞ്ഞ് 4-ാം ദിവസവും മേലങ്കി അണിഞ്ഞ സംവിധായകൻ എത്താത്തത് കൊണ്ട് അതുവരെ സാറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അതുങ്ങളുടെ തള്ളമാർ ഒരക്ഷരം മാറ്റിയാണ് എന്നെ വിളിച്ചത്. അറിയാവോ? അടുത്തൊരു അഭിനേതാവിനെ തരും എനിക്ക്. പണി കൊടുത്തോ? എന്തായാലും ഇങ്ങോട്ട് പണിയിരുന്നല്ലേ. നയനെ സ്വാഗതം ചെയ്യാൻ സുഹൃത്തുക്കളെ. സൂര്യനെ പറഞ്ഞു വിട്ടിട്ട്. കാര്യം ഇവിടെ എല്ലാവരും ഭയങ്കര കോൺഫിഡൻസ്, റെഡിയാണ് എല്ലാവരും. ആരും വരുന്നില്ല, അയ്യോ ഞാനില്ല എന്നൊന്നും പറയുന്നില്ല അല്ലേ? അഭിനയിച്ച ശീലം ഉണ്ടാവും നയനക്ക്? എത്ര ഷോർട്ട് ഫിലിം ചെയ്തു? ഒന്നുമില്ല. കണ്ടിട്ടുണ്ടല്ലോ? കാണാറുണ്ട്. എവിടെ സ്ഥലം? കോട്ടയം. ചിങ്ങവനം. ആക്ഷൻ. എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങളെ അനുസ്മരിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്നത്. കാഴ്ചവെച്ചടാ, നീയല്ലടാ, നടികളുടെ തള്ളമാര്. റിഹേഴ്സൽ തുടങ്ങി 4-ാം ദിവസവും മേലങ്കി അണിഞ്ഞ് സംവിധായകൻ എത്താത്തത് കൊണ്ട് തലയിറക്കാം. അതുവരെ സാറേ എന്ന് വിളിച്ചോണ്ടിരുന്ന അതുങ്ങളുടെ തള്ളമാര് പിന്നെ ഒരു അക്ഷരം മാറ്റി എന്നെ വിളിച്ചറിയാവോ? കംപ്ലീറ്റ് ഉടായിപ്പുകളാണല്ലോ. ഇപ്പം എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ആദ്യമേ ചാടി വന്നതെന്ന്. കാണാപ്പാടം പഠിച്ചിട്ട് അവിടെ നിൽക്കുകയല്ലേ. മറന്നു പോണേക്ക് മുന്നേ വന്നിട്ട് പറഞ്ഞിട്ട് പോകണം. എന്തായാലും നല്ലൊരു ഗൈഡ് ഒരിക്കൽ കൂടി കൊടുക്കാം പ്ലീസ്.
അടുത്തതായി 2 നടിമാർക്ക് ശേഷം ഒരു മഹാനടനെ നമ്മൾ സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. ഹെബിൻ സ്വാഗതം ചെയ്യാം. എവിടെ? ആ, ഒളിച്ചും പാത്തൊക്കെയാണ് ഹെബിൻ വരുന്നത്. എവിടെയാണ് ഹെബിൻ്റെ സ്ഥലം? ഇടുക്കിയിലൂടെ? ഇടുക്കിയിൽ കുട്ടിക്കാനം. കുട്ടിക്കാനം, വളരെ പ്രകൃതി മനോഹരമായ സ്ഥലത്ത് നിന്ന് വരുന്ന ഒരു നടൻ. ഇവിടെ എന്താ പഠിക്കുന്നത്? ഇവിടെ DPC, എല്ലാത്തിനും ഒരു താമസമാണ്. ഓർമ്മ പോയി എളിയുണ്ട്. DPC അല്ലേ? ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിപ്ലോമ. ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഡിപ്ലോമ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരെ കിടക്കട്ടയിലേക്ക്. ആക്ഷൻ. എന്തായിരുന്നടാ നീ എന്നോട് പോയി? ഞാൻ വെച്ചാൽ എന്നോട് ചോദിച്ചത് എന്തിനായിരുന്നടാ നീ ഇവിടെ വന്നേ? എന്തായിരുന്നടാ നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങളെ വെല്ലുന്ന അഭിനയം കാഴ്ചവെക്കും, അനുസ്മരിപ്പിക്കുന്ന അനുസ്മരിപ്പിക്കുന്ന നാടകം കാഴ്ചവെക്കുമെന്നോ? അത് കഴിഞ്ഞിട്ട് 2 ചുമ ഗ്യാപ്പ് ഫില്ല് ചെയ്താ. റിഹേഴ്സൽ തുടങ്ങിയ 4-ാം ദിവസം സംവിധായകൻ മേലങ്കി അണിഞ്ഞ് വന്നപ്പോൾ അതുവരെ സാറേ സാറേ എന്ന് വിളിച്ചിരുന്ന ആൾക്കാരിപ്പോൾ എന്നെ അക്ഷരം മാറ്റി. ഒരക്ഷരം മാറ്റിയാണ് ഒരക്ഷരം മാറ്റിയാണ് വിളിച്ചത്. അത് നല്ല ഓർമ്മയുണ്ട്. അതെ, ഞാൻ ഇതുവരെ ചോദിച്ചില്ല എവിടുന്ന് കിട്ടി ഈ സാധനത്തിന്. അടുത്തതായി ഇങ്ങേയറ്റത്ത് 2 നടിമാർ അവരുടെ ഊഴം കാത്തിരിക്കുന്നുണ്ടായിരുന്നു കുറേ നേരമായിട്ട്. അതിൽ ആദ്യത്തെ നടിയെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ആരാന്ന് പറഞ്ഞു പോലുമില്ല, ഉടനെ വരികയാണ്. ആ, കൈയടിച്ചോളൂ. ഗായത്രിയുടെ സ്ഥലം എവിടെയാണ്? തിരുവല്ല. അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ? അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. എന്നാലും ശ്രമിച്ചു നോക്കാം. ഒന്നും പറയില്ല, അതിനല്ലേ ഞാൻ നിൽക്കുന്നത്. ആക്ഷൻ. എന്താണോ നീ എന്നോട് പറഞ്ഞത്? ഒന്ന് നോക്കിക്കോട്ടെ. നഖം കടിച്ച് തീർത്തിട്ട് നോക്കിയാണ്. എന്തായിരുന്നോ നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങളെ അനുസ്മരിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞിട്ട് കാഴ്ചവെച്ച നടിയല്ല, നടിയുടെ തള്ളന്മാർ. അത് റിഹേഴ്സൽ വരുന്ന 4-ാം ദിവസമായിട്ടും മേലങ്കി അണിഞ്ഞ് സംവിധായകൻ വരാതിരുന്നപ്പോൾ അതുവരെ സാറേ സാറേ എന്ന് വിളിച്ചവർ എന്നെ ഒരക്ഷരം മാറ്റിയാണ് വിളിച്ചത്. അറിയാവോ? എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ട് വേറെ സജഷൻ എന്തെങ്കിലും ഉണ്ട് ഇതുപോലെ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും അഭിനേതാവ്? അനുവിനെ സ്വാഗതം ചെയ്യാൻ സുഹൃത്തുക്കളെ. ഗായത്രിയെ പറഞ്ഞു വിട്ടിട്ട് അനു എന്ന് പറഞ്ഞ പോലും ഇല്ല, നോക്കിയതേ ഉള്ളൂ. അനു അവിടെ നിന്ന് ഞാനോ എന്താ ഇത്രയും ടെൻഷൻ? ടെൻഷനൊന്നുമില്ല. ഇല്ലല്ലേ? മുഖം കണ്ടറിയാം എനിക്ക്. എവിടെ സ്ഥലം? ഈരാറ്റുപേട്ടക്കാരിയാണ്. ഓക്കെ, ആക്ഷൻ. എന്തായിരുന്നോ നീ പറഞ്ഞത്? ഷേക്സ്പിയറിന്റെ നാടകം അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചടോ അല്ലടോ നടിയുടെ തള്ളമാര്. എന്തല്ലേ ചേട്ടാ ഇത് നോക്കി കിട്ടുന്നില്ല, ഇത്രയും നോക്കിയിട്ടുള്ളൂ. അനുചേച്ചി പറ. റിഹേഴ്സൽ കഴിഞ്ഞ് 4-ാം ദിവസം സാറേ സാറേ എന്ന് എന്നെ വിളിച്ചോണ്ട് നടന്നവർ ഇപ്പോൾ ഒരു അക്ഷരം തെറ്റാതെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ആദ്യമാണ് തെറ്റിച്ച് വിളിച്ചത് ആയിരിക്കും അല്ലേ? ആയിരിക്കും. കൊള്ളാം. ഇനി മേലാൽ. അപ്പോൾ നടിമാരുടെ ഒരു കുത്തൊഴുക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒട്ടും പിന്നിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മഹാനടൻ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. അജയ് സംശയിച്ച് കാത്തേക്കായിരുന്നു ഇത് പുള്ളിനെ തന്നെയാണോ എന്നുള്ളത്. എവിടെ സ്ഥലം? പൂഞ്ഞാർ. അറിയാം. നേരെ കിടക്കാം കേട്ടോ. ആക്ഷൻ. എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്നോ? നീയല്ല, കാഴ്ചവെച്ചോടോ നീയല്ല, നടിമാരുടെ തള്ളന്മാരെ. റിഹേഴ്സൽ തുടങ്ങി 4-ാം ദിവസം മേലങ്കി അണിഞ്ഞ് എനിക്ക് പേടിയാണ്, ഒന്ന് പൊട്ടിക്കറിയാൻ തോന്നുന്നു. മേലങ്കി അണിഞ്ഞ് സംവിധായകർ വരാതിരുന്നപ്പോൾ അതുവരെ എന്നെ സാറേ സാറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അവളുമാരുടെ തള്ളന്മാർ ഇപ്പം ഒരക്ഷരം മാറ്റി എന്നെ വിളിക്കുന്നത്. സാമ്പാർ. എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയറിന്റെ നാടി അനാറ്റോമി പഠിപ്പിക്കാണല്ലേ? ഷേക്സ്പിയർ നാടകങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്നോ? കാഴ്ചവെച്ചോടോ നീയല്ല, നടിമാരുടെ തള്ളന്മാർ. റിഹേഴ്സൽ തുടങ്ങി 4-ാം ദിവസം സംവിധായകൻ വന്നപ്പം ആരുമില്ല അവിടെ. റിഹേഴ്സൽ തുടങ്ങി 4-ാം ദിവസം കേട്ടിട്ടുണ്ട്. മേലങ്കി അണിഞ്ഞ് സംവിധായകൻ വരാതിരുന്നപ്പോൾ അതുവരെ എന്നെ സാറേ സാറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന നടിമാരുടെ തള്ളന്മാരെ എന്നെ അതിലൊരക്ഷരം മാറ്റിയാണ് എന്നെ വിളിച്ചത്. അറിയാവോ? ഇപ്പം അറിഞ്ഞു. കൊള്ളാം കേട്ടോ. എന്തായാലും ഷേക്സ്പിയർ നാടകങ്ങളെ വെല്ലുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്
ഇനിയും കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഷോർട്ട് ബ്രേക്ക്. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്.